അരിയൊന്നും കുതിർത്ത് സമയം കളയാതെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടിയും 1/2 കപ്പ് തേങ്ങ ചിരവിയതും 1/4 കപ്പ് ചോറും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 1.5 മുതൽ 1.25 കപ്പ് വരെ വെള്ളം ആവശ്യമായിട്ട് വരും കേട്ടോ. ഓരോ പൊടിക്കനുസരിച്ചിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി അടച്ച് വെച്ചിട്ട് 2 മണിക്കൂർ നമുക്കിതൊന്ന് മാറ്റി വെക്കാൻ പൊങ്ങാൻ വേണ്ടിയിട്ട്. മാവ് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊങ്ങി വന്നതിന് ശേഷം ഒരുപാട് അങ്ങ് കുത്തി ഇളക്കരുത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ട് അതിൽ നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളം തിളപ്പിച്ച് സ്റ്റീമറിൽ തട്ട് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് മാവ് ഇതിൽ ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരു 1/4 ഭാഗം ഒഴിച്ച് കൊടുത്താൽ മതി. പൊങ്ങാൻ കുറച്ച് സ്ഥലം അവിടെ ബാക്കി വന്നോട്ടെ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ച് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് ഇതുപോലെ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റിലുള്ള ഈസി ആയിട്ടുള്ള വട്ടയപ്പാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ.